കാലത്ത് എണീറ്റിട്ട് നേരെ അടുക്കളയിൽ കയറിയിട്ട് ഇങ്ങനെ ഹറിബറിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. എനിക്ക് മാത്രമല്ല, പൊതുവേ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ മിക്ക ദിവസവും കാലത്ത് എണീറ്റിട്ട് നേരെ അടുക്കളയിലേക്ക് കയറേണ്ട സാഹചര്യം തന്നെയാവും. കാരണം ഒന്നല്ലെങ്കിൽ നേരം വൈകിട്ട് എണീക്കും, അല്ലെങ്കിൽ എനിക്ക് നേരത്തെ എണീക്കാനേ പറ്റാറില്ല. ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാനിങ്ങനെ നേരത്തെ എണീക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ എണീക്കുമ്പോൾ എനിക്ക് എൻ്റേതായിട്ട് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാനും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ടൈം കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറുമ്പോൾ ഒരു മനസ്സൊക്കെ ഒരു ഫ്രീ ആയ പോലെയാണ്. ഇതിപ്പോൾ വെള്ളിയാഴ്ച എടുത്തു വെച്ചതാണ് കേട്ടോ. വെള്ളിയാഴ്ച ആരിന് സ്കൂൾ ഉണ്ടായിരുന്നില്ല. അവൻ്റെ സ്കൂളിൽ എന്തോ പരിപാടിയായിട്ട് ഇവർക്കൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കണ്ടെയ്നർ കണ്ടോ, അതിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയ സാധനം. ഇത് ഞാൻ കടയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ നോക്കുക, അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ അടപ്പ് തുറക്കാൻ നോക്കിയതും ഈ സാധനം താഴെ വീണ് പൊട്ടി. അപ്പോൾ പിന്നെ എടുക്കാതെ നിവർത്തിയില്ലല്ലോ, അങ്ങനെ എടുക്കേണ്ടി വന്നൊരു സംഭവമാണത്. ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി തിളപ്പിച്ചിട്ട് റൈസ് തെർമലിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ചായക്ക് എന്താണ്, ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ആവി കയറ്റിയിട്ട് ഉള്ള ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ആവി കയറ്റിയാൽ നല്ല സോഫ്റ്റ് ആകുമല്ലോ, അങ്ങനെ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ചിക്കൻ കറി എടുത്തിട്ട് ചൂടാക്കുകയാണ്. ഇപ്പോൾ ഈ കാലത്ത് നല്ല തണുപ്പാണ് എണീക്കുമ്പോൾ. അപ്പോൾ എനിക്ക് എന്നും മൂക്കടപ്പാണ്. ഇങ്ങനെ തണുപ്പ് തുടങ്ങിയതിൻ്റെ ശേഷം എന്നും മൂക്കടപ്പാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കാപ്പി ഉണ്ടാക്കി കുടിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും ഇതാ 2 പേരും എണീറ്റിട്ടുണ്ട്. 2 പേരും പല്ലേപ്പും കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ ഞാൻ അവർക്ക് ചായ എടുത്ത് വെച്ച് കൊടുത്തപ്പോൾ സിയമോൾ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണം, അമ്മ തരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തതാണ്. പിന്നെ നോക്കുമ്പോൾ സിയമോളുടെ പാവക്കുട്ടിക്കാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്.